നമ്മുടെ അനീഷിന് 10 ലക്ഷം രൂപ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മൊയിലാളി റോയ് അണ്ണൻ കൊടുത്തതായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാം. എന്തോ സർപ്രൈസ് പൊട്ടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പൊട്ടിക്കണോ? അങ്ങനെയല്ല, സർപ്രൈസ് ഇങ്ങനെ അറിയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്നുമില്ല. എന്തോ സാർ ഓൾവേസ് സർപ്രൈസ് തരുന്ന ആളാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ അനീഷ് ഉണ്ടല്ലോ, ബിഗ് ബോസിന്റെ പുള്ളി നമ്മുടെ പുള്ളെല്ലാം സാധാരണക്കാരനാണ്. അപ്പൊ പുള്ളിക്ക് കോൺഫിഡന്റ് ഇന്ന് 10 ലക്ഷം രൂപ പ്രൈസ് കൊടുക്കും. സോ അതൊരു ക്യാഷ് പ്രൈസ് ആണ്. അതാണ് ഇന്നത്തെ പൊട്ടിക്കല്. അപ്പൊ അനീഷിന് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ വക 10 ലക്ഷം രൂപ. അനീഷിന് കോളാണ് കേട്ടോ. നമ്മൾ ഇതുവരെയുള്ള എല്ലാ ബിഗ് ബോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സെക്കൻഡ് പൊസിഷനിൽ വന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് റണ്ണറപ്പിന് എന്തെങ്കിലും ഒരു പലകട കൂട്ടത്തുള്ള ഒരു ട്രോഫിയും കൊടുത്ത് പറഞ്ഞു വിടത്തേ ഉള്ളൂ. കൂടി വന്ന ചെറിയൊരു മൊബൈൽ എന്തെങ്കിലും കൊടുക്കും, വലിയതായിട്ടൊന്നും കൊടുക്കത്തൊന്നുമില്ല. ഈ വട്ടം അനീഷ് ആയതിന്റെ പേരിൽ മൈജിയുടെ ബാനറിലുള്ള കോമണ്ടർ എന്നും പറഞ്ഞിട്ടാണ് അനീഷ് അകത്തോട്ട് വന്നത്. മൈജിയുടെ ഓണർ അനീഷിന്റെ വീട്ടിലോട്ടുള്ള കംപ്ലീറ്റ് ഹോം അപ്ലയൻസസും കൊടുക്കാന്ന് പറഞ്ഞു. അത് തന്നെ നല്ലൊരു എമൗണ്ട് വരും. കംപ്ലീറ്റ് ആ ഒരു ഹൗസിന് എന്തൊക്കെ വേണോ അതെല്ലാം കൊടുക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. അത് വന്നിട്ടുണ്ട്. പിന്നെ 2 തവണ ഇദ്ദേഹം 10 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനീഷിന് കോൾ അടിച്ചിരിക്കുകയാണ്. ഈ ഒരു കാര്യം അനീഷിനെ വിളിച്ച് ഇദ്ദേഹം അറിയിക്കുന്നുണ്ട്. അതിന്റെ ഒരു കോൾ റെക്കോർഡും കൂടെ അനീഷ് തന്നെ പുറത്തിട്ടുള്ളതാണ്. ഞാൻ അതൊന്ന് വെക്കാം. ഹലോ. ഓക്കെ, അനീഷ് ഓക്കെ, കൺഗ്രാചുലേഷൻ. ഓക്കെ, ഞാൻ ഡോക്ടർ റോയ് കേട്ടോ, റോയ് സാർക്ക് കൊടുക്കാം. ഒരു മിനിറ്റ്. അനീഷ്, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സാർ. നമ്മുടെ പോലൊക്കെ താനും ഒരു സാധാരണക്കാരനാണ്, ഞാനും സാധാരണക്കാരനാണ്. അപ്പോ ഒരു 10 ലക്ഷം രൂപ പ്രൈസ്. താങ്ക് യു സാർ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം എന്ന് പറയുന്നത്. അത്രമാത്രം സന്തോഷമുണ്ട്. എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നോ പ്രോബ്ലം. അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വരണം. ഞാൻ ഫ്ലൈറ്റ് കിടക്കുമ്പോ ചെക്ക് തന്ന് ഞാൻ പോകും ഇവിടുന്ന് കടവുന്ന്. ഓക്കെ സാർ. ഞാൻ എബിലിന് കൊടുക്കാം. ഒരു നിമിഷം കേട്ടോ. എന്റെ ബ്രദറും കൂടിയാണ് എബില്. ഒറ്റ സെക്കൻഡ് കൊടുക്കാം. എന്തോ സാർ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. താങ്ക് യു. ഇത് ഞാൻ ഏഷ്യാനെറ്റിനോടും പറഞ്ഞിട്ട് ആരോടും പറഞ്ഞില്ല. ഇത് സ്വന്തം മനസ്സിൽ അപ്പൊ എനിക്ക് വന്നൊരു നല്ല ഫീലിംഗ് ആണ്. അത് ഒരു പ്രൈസ് തരണം. ഓക്കെ. താങ്ക് യു സാർ. താങ്ക് യു. തൊഴു കൈകളോടെയാണ് കേട്ടോ പറയുന്നത്. താങ്ക് യു. ഒരു സെക്കൻഡ് എബിലിന് കൊടുക്കാം. അനീഷ്, കാലത്ത് 10 o'clock ആകുമ്പത്തേക്ക്, ഒരു 9 o'clock ആകുമ്പത്തേക്ക് കടവ് റിസോർട്ടിൽ എത്തണം കേട്ടോ. 10 o'clock സാറിന് കറക്റ്റ് ടൈം ആവാണ്ടിരിക്കണേ, എത്തണം കേട്ടോ ഇവിടെ. ശരി ശരി. ഓക്കെ അനീഷ്. ഓക്കെ, കൺഗ്രാചുലേഷൻ. ഗോഡ് ബ്ലസ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ അനീഷ്. ഓക്കെ അറിയാം. സന്തോഷം അറിയാം. ഓക്കെ, ശരി. ഓക്കെ. അപ്പോ അതാണ് അനീഷിന് 10 ലക്ഷം രൂപ. നല്ല കാര്യം. സത്യത്തിൽ ഇത്രയൊക്കെ കളിച്ച് വന്ന ഒരു വ്യക്തിക്ക് ശസ്തിന് കൊടുക്കുന്ന പോലെ തന്നെ എന്തെങ്കിലും കൂടെ ഒക്കെ സെക്കൻഡിനൊക്കെ കൊടുക്കേണ്ടത്, സെക്കൻഡും തേർഡിനും ഒക്കെ കൊടുക്കേണ്ടതാണ്. എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഇത്രയും വലിയൊരു ബിഗ് ബോസ് ഷോയിൽ 50 ലക്ഷം എന്ന് പറയുന്ന ഫസ്റ്റ് പ്രൈസ് തന്നെ കുറവാണ്. ഈ ഒരു 100 ദിവസം അതിന്റെ അകത്ത് പോയിട്ട് നമ്മുടെ കംപ്ലീറ്റ് ജീവിതവും കൊടുത്ത് അതിനകത്ത് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു റിസ്കി പരിപാടിയാണ്. പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് ഒന്നും അറിയാതെ അതിന്റെ അകത്തോട്ട് പോകുന്ന ഓരോരുത്തരും ജീവിതം പണയം വെച്ചിട്ട് പോകുന്നതിന് തുല്യമാണ്. അത്രയും ഒരു റിസ്ക് പിടിച്ച പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ. അപ്പൊ ആ ഒരു ഷോയിൽ 50 ലക്ഷം എന്ന് പറയുന്ന എമൗണ്ട് തന്നെ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം അനുമോൾക്ക് 42 ലക്ഷത്തി ചില്ലാൻ രൂപയാണ് കിട്ടിയേക്കുന്നത്. ആ ഒരു പ്രൈസിൽ നിന്ന് ടാക്സ് പോയിട്ട് 29 ലക്ഷത്തി സംതിങ് റുപ്പീസ് ആണ് അനുമോൾക്ക് കിട്ടുന്നത്. ഫസ്റ്റ് സീസണിൽ അങ്ങാണ്ട് 1 കോടി രൂപ എങ്ങാണ്ടായിരുന്നു ബിഗ് ബോസിന്റെ പ്രൈസ് മണി അല്ലേ. അത് കഴിഞ്ഞിട്ട് 75 ലക്ഷമായി. ഇപ്പൊ പിന്നെ 50 ലക്ഷമായി. അതിൽ അത് പ്രൈസ് മണി കൂട്ടേണ്ട സമയമാണ്. അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഫസ്റ്റിനും സെക്കൻഡിനൂടെ കൊടുക്കേണ്ടിയിരിക്കുന്നു. 50 ലക്ഷം ഇതുപോലെ ഫസ്റ്റിന് അല്ലെങ്കിൽ ഒരു 10 ലാക്ക് സെക്കൻഡിനും എന്നുള്ള രീതിയിലൂടെ കൊടുക്കണം. അത് ഉറപ്പായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെങ്കിലും ഈ ഒരു 10 ലക്ഷം രൂപ അത് പുള്ളി ഒരു കോമണർ ആയതിന്റെ പേരിലാണ് പുള്ളി കൊടുത്തതെന്നാണ് റോയ് പറയുന്നത്. എന്തായാലും ആദ്യമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയില് റണ്ണറപ്പ് ആയി വരുന്ന ഒരാൾക്ക് ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഗിഫ്റ്റ് മണി കിട്ടും. അനീഷിന് അങ്ങനെ കൊടുക്കാനുള്ള ഒരു കാരണം സാധാരണക്കാരൻ, നമ്മളെ പോലെ സാധാരണക്കാരൻ. അപ്പൊ നെക്സ്റ്റ് ടൈം ഇതൊരു പ്രൈസ് മണി ആയിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ നൈസ് ആയിരിക്കും. കാര്യം കുറച്ചും കൂടെ ഒരു വാശിയും കൂടെ ഈ ഒരു കണ്ടസ്റ്റൻസിന് വരും. ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞിട്ട് നിർത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കുറെ വീഡിയോസ് ഈ വിനുവിനെ പറ്റി, PR വിനുവിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളി ഒന്ന് എക്സ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ പുള്ളിയുടെ PR വർക്ക് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അത് ജനങ്ങളൊന്ന് മനസ്സിലാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു 2-3 വീഡിയോസ് വിനുവിനെ പറ്റി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺസ് അതാണ്. ഇപ്പൊ കേരളക്കരയിൽ PR എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓടി വരുന്നത് വിനുവിന്റെ മുഖമാണ്. വിനു ഈ ഒരു
തരത്തിലാണ് പുള്ളിയുടെ ഓപ്പറേഷൻസ് നടത്തുന്നത് എന്ന് ജനങ്ങളോട് അറിയിക്കുക. പുള്ളി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞ കള്ളങ്ങളും അത് പുള്ളിയുടെ വാവുകൊണ്ട് തന്നെ പറഞ്ഞതാണ്, ഞാൻ എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു വീഡിയോ ആക്കിയെന്ന് മാത്രം. അപ്പോൾ പല കാര്യങ്ങളും ഇതുപോലെ ജനങ്ങളെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഇവരത് വോട്ടാക്കുന്നത്. ആ കാര്യം ഒന്ന് നിങ്ങളിലോട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ PR-നെ പറ്റി 1-2 വീഡിയോസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് സീസണിലെങ്കിലും ഈ ഒരു PR-ന്റെ അതിപ്രസരം ഒന്ന് കുറയ്ക്കണമെന്നുണ്ട്. PR പ്രചരിപ്പിക്കുന്ന ഒരു സ്റ്റോറി കേട്ടിട്ട് അതിനകത്ത് ഇൻഫ്ലുവൻസ് ആയി പോയി ഒരു വ്യക്തിക്ക് വോട്ട് കൊടുക്കാതെ ഓർഗാനിക് ആയിട്ട് ആ ഒരു ഷോ കണ്ടിട്ട് ആ ജനങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് കേട്ടിട്ട് ആ ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യണം, ആ ഒരു വ്യക്തി വിജയിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഈ വിനുവിന്റെ വീഡിയോ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സമയത്ത് കുറെ ആളുകൾ വന്നിട്ട് എന്റെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് കമന്റ് ചെയ്യാറ്, നീ എന്തിനാ അനുമോൾക്കെതിരെ വീഡിയോ ചെയ്യുന്നത്, നീ എന്തുകൊണ്ട് അനീഷിനെ പറ്റി പറയുന്നില്ല, അനീഷിന്റെ നീ മറ്റേ ലൈൻ കട്ട് ഇന്റർവ്യൂ കണ്ടില്ല, അതിനകത്ത് അനീഷ് എന്തുമാത്രം ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ പിന്നെ 4 അക്ഷരം അതിനെപ്പറ്റി കൂടി അങ്ങോട്ട് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അനീഷിന്റെ ഫേക്ക് പരിപാടി, അനീഷിന്റെ പല നയങ്ങളും അല്ലെങ്കിൽ അനീഷ് പറയുന്ന പല സ്റ്റേറ്റ്മെന്റ്സും അട്ടർ ഫേക്ക് ആണ്. അത് നമുക്ക് ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബിഗ് ബോസിനകത്ത് കണ്ട അനീഷിന്റെ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ആദ്യം വലിയ ചൊറിയനായിട്ട് വന്ന് പിന്നെ ഏറ്റവും അവസാനം ആൾക്കാരുടെ കണ്ണിലുണ്ണിയായിട്ട് മാറുന്ന ആ ഒരു ട്രാൻസിഷൻ തന്നെ അനീഷിന്റെ ഒരു വെൽ പ്ലാൻഡ് സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ഇന്റർവ്യൂവിന് എടുത്ത് നോക്കുവാണെങ്കിൽ ഇന്റർവ്യൂവിനകത്ത് തുടക്കം ആങ്കർ അനീഷിനെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അനീഷ് സാധാരണക്കാരനാണോ എന്ന്. അപ്പൊ അനീഷ് പറയുന്ന ഒരു മറുപടി ഉണ്ട്, സാധാരണക്കാരൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി 4 ആൾ അറിയുന്ന ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ മാറിയിരിക്കുന്നു. ഇവന്റെ ഈ ഓവർ വിനയം കാണുമ്പോഴാണ് എന്റെ പൊന്നോ സഹിക്കാൻ പറ്റാത്തത്. 4 ആൾ അറിയുന്ന സാധാരണക്കാരൻ. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും അവൻ ആ ഒരു സാധാരണക്കാരൻ ലേബൽ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെ അങ്ങനെ പറഞ്ഞു വരുമ്പോ എല്ലാവരും സാധാരണക്കാരനാണ്. മമ്മൂട്ടി, മോഹൻലാൽ, നേരത്തെ മറ്റേ റോയി അണ്ണൻ വന്നിട്ട് പറഞ്ഞിട്ടില്ലേ, പുള്ളിയും സാധാരണ നമ്മളെപ്പോലൊരു സാധാരണക്കാരനല്ലേ അനീഷ് എന്നാണ് പുള്ളിയും പറയുന്നത്. പുള്ളിയും സാധാരണക്കാരനാണ്. നീ ഇടയ്ക്കിടയിൽ ഈ സാധാരണക്കാരൻ എന്ന് പറഞ്ഞ് ഇതിവനൊരു സ്കാം ആയിട്ട് കൊണ്ടു നടക്കുകയാണ്. ഞാനൊരു സാധാരണക്കാരനാണ് എന്നുള്ളൊരു സ്കാം. അനീഷിന് ഇത്രയും വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഈ ഒരു സാധാരണക്കാരൻ ഡാഗ്ലയിൽ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആങ്കർ ചോദിക്കുന്നുണ്ട്, അനീഷിനെ 2 ദിവസം മുമ്പാണോ ഞങ്ങൾ വിളിച്ച് അറിയിച്ചത് ബിഗ് ബോസിൽ സെലക്ട് ആയെന്ന്? കാര്യം പുള്ളിക്കാരത്തെയാണ് ഈ കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇവരുടെ ഡ്യൂട്ടിയാണ് ഓരോരുത്തരെയും വിളിച്ച് ഇത് അറിയിക്കുകയൊക്കെ ചെയ്യേണ്ടത്. അനീഷ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞ സമയത്ത് 2 ദിവസം മുമ്പാണ്, ഷോ തുടങ്ങുന്ന 2 ദിവസം മുമ്പാണ് എന്നെ വിളിച്ച് അറിയിച്ചത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി തന്നെ ഷോക്കായി. അപ്പൊ ഈ ഒരു കാര്യം അനീഷിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അനീഷ് അവിടെ കിടന്ന് അങ്ങ് ഉരുളുകയാണ്. അത് ആക്ച്വലി അത് കള്ളം എന്ന് പറയുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് തരുന്നു. ഇവന്റെ ഓവർ വിനയം ഉണ്ടല്ലോ എന്റെ പൊന്നെ. ഇവൻ നിനക്ക് അനീഷ് നല്ലടാ എനിക്ക് പേരിടേണ്ടത്, വിനയചന്ദ്രൻ എന്ന് വല്ലെങ്കിൽ പേരിടണം. എന്നിട്ട് ഇതിന്റെ മറുപടി പറയുന്നത്, നമ്മൾ കുറച്ച് നാൾ ഒരു സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ നമ്മൾ എല്ലാം അങ്ങ് മറന്നു പോകും എന്നാണ് അനീഷിന്റെ ഒരു എക്സ്പ്ലനേഷൻ. പക്ഷെ 2 ദിവസം മുമ്പാണ് എന്നെ വിളിച്ചറിയിച്ചത് എന്നുള്ള കാര്യം കള്ളം പറയാനാവും മറന്നില്ല. 2 ദിവസം മുമ്പാണ് എന്ന്. ഈ കള്ളം പറയില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കള്ളത്തരം അനീഷ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഡോക്യുമെന്റേഷൻ വീട്ടിൽ എടുക്കാൻ വരുന്നു, അത് കഴിഞ്ഞ് മൈജിയിൽ പോയി ഷൂട്ട് ചെയ്തു. ഈ പ്രോസസ് ഒക്കെ അനീഷ് മറന്നുപോയി ഒരു ദിവസം. എനിക്കിപ്പോ കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല കേട്ടോ, ചെറുക്കൻ ഒന്നും ഓർമ്മയില്ല. 100 ദിവസം അതിനകത്ത് നിന്നപ്പോഴത്തേക്ക് എല്ലാം മറന്നുപോയി എന്നാണ് അനീഷ്. ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അനീഷ് അട്ടർ ഫേക്ക് ആണ്. പല കാര്യങ്ങളും പറഞ്ഞേക്കുന്നത് ഭയങ്കര കള്ളത്തരമാണ്. പിന്നെ വേറൊരു കാര്യം, ബിഗ് ബോസ് ഹൗസിനകത്ത് കള്ളം പറയാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കള്ളം പറഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞിട്ടുള്ളത് കപ്പടിച്ച അനുമോളാണ്. അത് നമ്മൾ പൊളിച്ചടുക്കി കൊടുത്തിട്ടുള്ളതുമാണ്. പിന്നെ അനീഷ് ആ കൂടി ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കാര്യങ്ങൾ മാത്രമേ കള്ളം പറഞ്ഞിട്ടുള്ളൂ. പുള്ളിയുടെ ക്യാരക്ടർ മാത്രമേ ഒന്ന് ഫേക്ക് ആയിട്ട് പോർട്രേ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ള ഒരാള് കള്ളം പറഞ്ഞു എന്നോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുകളിലോട്ട് കള്ളത്തരം എടുത്തിടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണങ്ങൾ വെച്ചിട്ട് അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലൊന്നും അനീഷ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അത് വലിയൊരു കാര്യം കേട്ടോ. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അനീഷ് ഈ ഒരു ഹൗസിനകത്ത് പറഞ്ഞേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കള്ളങ്ങളും പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കള്ളങ്ങളാണ്. ഇതേ ടാങ്കർ ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് ആദ്യം കയറിയത് അനീഷാണ്, 2ാമതാണ് അനുമോള് വന്നത്. അനുമോള് കയറി വന്ന സമയത്ത് അനുമോളെ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞല്ലോ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച സമയത്ത് അനീഷ് പറയുന്ന മറുപടി, അനുമോള് ഭയങ്കര മേക്കപ്പ് ലുക്കിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത്രയും അങ്ങോട്ട് മനസ്സിലായില്ല. ഈ ഒരു മറുപടിയാണ് അനീഷിനിൽ നിന്ന് വന്നത്. അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയത്തേ ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഓക്കെ. അനുമോള് ഭയങ്കര ഒരു മേക്കപ്പ് ലുക്കിലായിരുന്നു, അതുകൊണ്ട് മനസ്സിലായില്ലെന്ന്. നമ്മൾ ഈ സോക്കാൾഡ് സെലിബ്രിറ്റീസിനെ എപ്പോൾ കണ്ടാലും അവരെ മേക്കപ്പ് ലുക്കിലായിരിക്കും കാണുന്നത്, അല്ലാതെ അവർ വീട്ടിൽ നിൽക്കുന്ന ലുക്കിൽ നമ്മൾ ആരെയും അങ്ങനെ കാണാറില്ല. അനുമോളെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുള്ള ഏതെങ്കിലും ഷോയ്ക്കകത്തോ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് പോകുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. അപ്പൊ അനുമോള് ആ ഒരു ഷോയ്ക്കകത്ത് ഫുള്ളി മേക്കപ്പ് ഇട്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ അനുമോളുടെ യഥാർത്ഥ കോലം വെച്ചിട്ട് നമ്മൾ എവിടെങ്കിലും അനുമോളെ കണ്ടിട്ടുണ്ടോ? അന്നേരമാണ് അനീഷ് വന്ന് പറയുന്നത് അനുമോള് ഭയങ്കരമായിട്ട് മേക്കപ്പ് ലുക്കിലായിരുന്നു, അതുകൊണ്ട് മനസ്സിലായില്ല. ഇതുപോലുള്ള കള്ളങ്ങളാണ് ഈ അനീഷ് ഈ ഒരു ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത് പറയുന്നത്. കംപ്ലീറ്റ് ഇതുപോലുള്ള ഐറ്റംസ് ആണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട്
കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം, അനീഷ് 5 കൊല്ലത്ത് ലീവ് എടുത്തത് എന്തിനാണ്? അന്നേരമാണ് അതിന്റെ സത്യസന്ധമായിട്ടുള്ള കഥ പുറത്തു വരുന്നത്. അനീഷ് 5 കൊല്ലത്ത് ലീവ് എടുത്തത് വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അല്ലാതെ ബിഗ് ബോസിൽ വരാനോ ബുക്ക് എഴുതാനോ അല്ലാതെ വേറെ അവന്റെ കാര്യങ്ങൾ നോക്കാനോ ഒന്നുമല്ല. അങ്ങനെ 5 കൊല്ലത്ത് ഈ ലീവ് എടുക്കുകയും ചെയ്തു. പുള്ളിക്ക് ആ ഒരു ജോലി സെറ്റ് ആകാതെ വന്ന സമയത്ത് ആണ് ഈ ബുക്ക് എഴുതാനും ബാക്കിയുള്ള കലാപരിപാടികളിലോട്ട് ഇദ്ദേഹം കടന്നത്. അല്ലാതെ ഈ 5 കൊല്ലത്ത് ലീവ് എടുത്തത് എബ്രോഡ് പോകാനൊന്നും അനീഷ് ബിഗ് ബോസ് ഹൗസിനകത്ത് എവിടെയും പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ബിഗ് ബോസിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ, ഇൻട്രോയിൽ തന്നെ ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് 5 കൊല്ലത്ത് ലീവ് എടുത്ത് അനീഷ് എന്നും പറഞ്ഞിട്ടാണ് നമ്മളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അനീഷ് നമ്മളെടുത്ത് അനീഷിനെ പറ്റി അനീഷ് നമ്മളെടുത്ത് പറഞ്ഞ പല കാര്യങ്ങളും അട്ടർ ഫേക്ക് ആണ്. ഈ ബിഗ് ബോസ് ഹൗസിലോട്ട് പോകുന്ന സമയത്ത് ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് തനിക്കുണം പുറത്ത് വരുമെന്ന് പലപ്പോഴും പല ആൾക്കാരും ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോൾ തീർത്തു പറയാം, ഈ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ബിഗ് ബോസിനെ വരെ പറ്റിച്ച പുള്ളിയാണ് ഇയാള്. കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിന്റെ റിയൽ സ്വഭാവം ഇതുവരെ എക്സ്പോസ് ആയിട്ടില്ല. ഇതുവരെ അനീഷിന്റെ റിയൽ സ്വഭാവം എക്സ്പോസ് ആയിട്ടില്ല. ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് പല കാര്യങ്ങളും തെളിഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞിട്ട് മെറ്റേണിറ്റി ലീവിനെ പറ്റി അനീഷ് പറയുന്നത് സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കരുത് എന്നുള്ളതാണ്. 6 മാസത്തെ ആ ഒരു ലീവ് കൊടുക്കരുത് എന്നുള്ളതാണ്. ഒരു മെറ്റേണിറ്റി ലീവ് 6 months കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നതായിട്ട്. സ്ത്രീകളുടെ പ്രിവിലേജ് ആണ്, കാരണം സ്ത്രീകളാണ് പ്രസവിക്കുന്നത്. അപ്പോൾ പ്രിവിലേജ് ഉണ്ട്. എന്ത് വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് ഇവൻ പറയുന്നത് ആലോചിച്ച് നോക്കിയേ. സ്ത്രീകൾക്ക് 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് കൊടുക്കാൻ പാടില്ല എന്ന്. അപ്പൊ അനീഷ് പറയുന്നത് ഈ പ്രസവിക്കാറാവുന്ന സമയത്ത് ഒരാഴ്ച ലീവ് എടുത്തിട്ട് ഒന്ന് പോയി പ്രസവിച്ചിട്ട് പിന്നെയും വന്ന് ജോലിക്ക് കയറണം. അതാണോ അനീഷ് ഉദ്ദേശിക്കുന്ന പരിപാടി? അതുവരെ ഏത് ജോലിയാണോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്രയും വലിയ വയറും വെച്ചുകൊണ്ട് അവർ പോയിട്ട് അവർ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്ത് ഒരു റെസ്റ്റ് എടുക്കാതെ ആണുങ്ങളെ പോലെ അല്ലെങ്കിൽ മറ്റാൾക്കാരെ പോലെ അവർ നിൽക്കണം എന്നുള്ള രീതിയാണ് അനീഷ് പറയുന്നത്. മാരക ചിന്താഗതിയാണ് കേട്ടോ അനീഷിൻ്റെത്. 6 മാസം എന്നുള്ളത് അത്ര കൊടുക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും എന്തായാലും എന്തൊക്കെയാണ് ഇവൻ വിളിച്ച് പറയണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യണം, പുരുഷന്മാരുടെ നാളെ തൊട്ട് പ്രസവിക്കാൻ പറയാൻ അങ്ങോട്ട്. 6 മാസം സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും കൊടുക്കണമെന്ന്. ഒരു വിവരക്കേട് വിളിച്ചു പറഞ്ഞൊരു പരിധിയില്ല അനീഷേ. ഒരു മര്യാദ വേണ്ടേ നിനക്ക്? ഇവന്റെ ഈ ഒരു തനിക്കോണം ബിഗ് ബോസ് ഹൗസിനകത്ത് അധികം എക്സ്പോസ്ഡ് ആയിട്ടില്ല. പല സമയത്തും ഇത് എക്സ്പോസ് ആകേണ്ടതായിരുന്നു, പക്ഷേ എക്സ്പോസ് ആയിട്ടില്ല. ഒരു തവണ ചെറുതായിട്ടൊന്ന് എക്സ്പോസ്ഡ് ആയിരുന്നു ഈ ബിഗ് ബോസ് ഹൗസിനകത്ത്, ഒരു ചെറുതായിട്ട്. ആദ്യത്തെ ആഴ്ചകളിൽ നടന്ന സംഭവമാണ്. ഇവർ തമ്മിലൊരു കോൺവെർസേഷന്റെ ഇടയിൽ അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കള്ള് കുടിച്ചു വന്നിട്ട് ഭാര്യയെ ഭർത്താവ് വന്ന് തല്ലുകയാണ്, അത് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറയുന്ന സമയത്ത് അനീഷിന്റെ മറുപടി, മദ്യപിച്ച് വരുന്ന ഒരാള് തല്ലി, ആ തല്ല് അംഗീകരിച്ച് ആ സ്ത്രീക്ക് പോകാൻ പറ്റില്ല. മദ്യപിച്ച് വരുന്ന ഒരാൾ ആ തല്ല് അംഗീകരിച്ച് സ്ത്രീക്ക് പോകാൻ പറ്റുമെങ്കിൽ അവർ ഡിവോഴ്സ് ആകത്തില്ല എന്നാണ് നമ്മുടെ അനീഷ് തറയിലിന്റെ അഭിപ്രായം. ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാണോ ചോടി അങ്ങോട്ട് പോടാനിട്ടെന്നും പറഞ്ഞു വാരിച്ചു കീറി എല്ലാരും കൂടെ വന്നിട്ട്. അന്നത്തെ ചർച്ച എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അനീഷിന്റെ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആവുകയാണെങ്കിൽ ആണിന്റെയും പെണ്ണിന്റെയും ഭാഗത്ത് ഒരുപോലെ തെറ്റുണ്ട്, അതുകൊണ്ടാണ് അവർ ഡിവോഴ്സ് ആകുന്നത് എന്നാണ് അനീഷ് പറയുന്നത്. ആ സമയത്താണ് അക്ബർ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്, കള്ള് കുടിച്ച് വന്ന് ഭാര്യയെ തല്ലുന്ന ഒരു വ്യക്തിയെ ആ സ്ത്രീ ഡിവോഴ്സ് ചെയ്യുവാണെങ്കിൽ ആ തെറ്റ് ആരുടെ ഭാഗത്താണ് എന്ന് പറയുമ്പോൾ അനീഷ് ആ വ്യക്തിയെ, ആ സ്ത്രീയെയാണ് കുറ്റം പറയുന്നത്. ഇവിടെ സ്ത്രീക്ക് അത് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ അത് ഡിവോഴ്സ് ആവത്തില്ല, അവൾ ക്ഷമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കുറ്റം എന്നുള്ള തരത്തിലാണ് ഈ അനീഷ് തറയിൽ വർത്താനം ഇരുന്ന് പറയുന്നത്. ഈ ഹൗസിനകത്ത് ഒരുപാട് അനുമോള് ക്രിയേറ്റ് ചെയ്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ ഈ അനീഷിന്റെ ക്യാരക്ടർ അധികം അങ്ങോട്ട് എക്സ്പോസ്ഡ് ആയിട്ടില്ല. പല സമയത്തും ഷാനവാസ് ഇത് എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അതിനത്ര വേണ്ടത്ര സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടില്ല. ഷാനവാസിനെ മനസ്സിലായി, ഷാനവാസിന് ആദ്യം തൊട്ടേ മനസ്സിലായി ഇവന്റെ ക്യാരക്ടർ ഭയങ്കര ഫേക്ക് ആണ്, ഇവൻ ഫേക്ക് കളിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഷാനവാസിനും ഒരു പ്രോപ്പർ ആയിട്ട് അതങ്ങോട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വേറെ കാര്യം ഇന്റർവ്യൂവിനകത്ത് പറയുന്നത് കേൾക്കാം, ഈ അനുമോളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്തതിനെ പറ്റി. അതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു പറച്ചിലായിരുന്നു, അല്ലെങ്കിൽ ചോദിക്കലായിരുന്നു. ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിച്ചതെന്നാണ്. നമുക്ക് ഒരാളുടെ ഒരു ഇഷ്ടം തോന്നുകയാണ്, നമ്മൾ ആ ഒരു ഇഷ്ടമായ അദ്ദേഹത്തിന്റെ അടുത്ത് തുറന്നു പറഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു പെണ്ണിന്റെ അടുത്ത് തുറന്നു പറഞ്ഞു, എന്നാൽ അവള് നോ പറഞ്ഞു. ചില ആളുകൾ ചിലപ്പോൾ ആ നോ കേൾക്കുന്ന സമയത്ത് തന്നെ അത് അവിടെ അങ്ങ് വിടും, ഓക്കെ അത് അവള് ശരിയാവില്ല എന്നുള്ള രീതിയിൽ വിടും. ചില ആൾക്കാർ പിന്നെയും അതിനുവേണ്ടി ട്രൈ ചെയ്യും. എന്നാലും ആ ഒരു ഇഷ്ടം കുറച്ചെങ്കിലും ആ ഉള്ളിൽ ഉണ്ടാവും. അത് ജെനുവിൻ ആയിരുന്നുവെങ്കിൽ കുറച്ചെങ്കിലും ഇഷ്ടം ഉള്ളിൽ ഉണ്ടാവും. ഇവിടെ അനീഷ് ഈ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് ഈ അനുമോളും ആദിലയും നൂറയൊക്കെ തമ്മിൽ അടി ഉണ്ടായ സമയത്ത് അനീഷ് ഭയങ്കരമായിട്ട് അനുമോളെ ടേക്ക് കെയർ ചെയ്യുന്നു, അനുമോള് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, അവിടെ അനുമോൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫുഡ് എടുത്തു കൊടുക്കുന്നു, ഗ്ലാസ് കഴുകിക്കുന്നു,
എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? അനുമോളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നാടകം കളിച്ചതാണോ അറിയില്ല. ഇതിനുശേഷം ഈ അനീഷ് പ്രപ്പോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ആളുകൾ അകത്തോട്ട് വരുന്നു, റീ എൻട്രി നടത്തിയ ആളുകൾ അകത്തോട്ട് വരുന്നു. അപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ് അതിന്റെ അകത്ത് നടന്നത്. ഈ വന്ന ആൾക്കാരെല്ലാം കൂടെ കൂട്ടമായിട്ട് ഇവിടെ അനുമോളെ ഒറ്റയ്ക്കിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അനീഷ് അവിടെ ഒന്നും മിണ്ടാതെ ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു കാര്യത്തെ പറ്റി പറയുകയോ അല്ലെങ്കിൽ എന്തിനാണ് അവളെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കുന്നതെന്ന് ആരെടുത്തെങ്കിലും ഒന്ന് സൂചിപ്പിക്കുകയോ ഒന്നും പറയാതെ അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ, അവള് അനുഭവിക്കട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അനീഷ് അവിടെ നിന്നത്. നമ്മൾ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ കുറെ ആളുകൾ ഇങ്ങനെയിട്ട് വട്ടത്തിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്കത് നോക്കിക്കാൻ പറ്റുമോ? നമുക്ക് ഒരു ഫീലിങ്സും ഇല്ല നോക്കിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റൂല. അവളൊരു നോ ആണ് പറഞ്ഞതെങ്കിൽ പോലും നമ്മളവളെ ജെന്യൂൻ ആയിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ ഇങ്ങനെ വട്ടത്തിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പടച്ചിലുണ്ടാവും. നമ്മൾ ഏതെങ്കിലും രീതിയിൽ അത് പ്രകടിപ്പിക്കും. ഇവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരക്ഷരം പോലും ഇതിനെപ്പറ്റി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാറി നിൽക്കുകയാണ് ചെയ്തത്. അനീഷിന്റെ ആ ഒരു പ്രേമ നാടകം അത് അട്ടർ ഫേക്ക് ആണ്. ഏറ്റവും അവസാനം ഇതിനകത്തൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്ന അനുമോളെ ഈ ഒരു കാര്യത്തിൽ നെഗറ്റീവ് ആക്കി അനുമോളുടെ മുകളിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് അനീഷ് അവിടെ പ്രയോഗിച്ച ഒരു സംഭവമാണത്. അല്ലാതെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു റിയൽ ആയിട്ട് ഒരു സ്നേഹം തോന്നിയിട്ട് അവിടെ കാണിച്ചതല്ല. പക്ക ഫേക്ക് സാധനമാണ് ഇട്ടത്. അങ്ങനെ ഇതുപോലെ കുറെ ഫേക്ക് സാധനത്തിനകത്ത് കെട്ടിപ്പടുത്തതാണ് അനീഷിന്റെ ബിഗ് ബോസ് യാത്ര. അതിനകത്ത് അനീഷ് പറയുന്ന ഏറ്റവും വലിയ കള്ളത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എനിക്ക് പോകണ്ട എനിക്ക് ഇവിടെ നിന്നാ മതി എന്ന് പറയുന്നതാണ് അനീഷ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കള്ളത്തരം. ഈ അനീഷ് പുറത്തിറങ്ങിയിട്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ ബിഗ് ബോസ് ഹൗസിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു, അവിടെ നിന്ന് എനിക്ക് ഇറങ്ങണ്ടായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ എവിടെങ്കിലും കേട്ടോ? ആരെടുത്തെങ്കിലും ഏതെങ്കിലും മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. ഞാൻ എൻ്റെ ബിഗ് ബോസ് ഹൗസിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു കേട്ടോ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ. അത്രയും ഒരു 1000 ദിവസവും അല്ലെങ്കിൽ 2000 ദിവസം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി വന്ന അനീഷ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് ബിഗ് ബോസ് ഹൗസിനെ മിസ് ചെയ്യുന്നില്ല, ആരെയും മിസ് ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നല്ല ലോക ഉടായ്പാണ് ഇവൻ. നാട്ടുകാരെ മൊത്തം പറ്റിച്ച്. അതാണ് അനീഷിന്റെ ഗെയിം. അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് എടുക്കാം. സീരിയസ്ലി നാട്ടുകാരെ മൊത്തം പറ്റിച്ച് കപ്പ് മേടിച്ചു വരുന്നതാണ് ജിൻഡോ. ഓക്കെ, നോട്ട് കംപ്ലീറ്റ് ആൾക്കാർ അവൻ മണ്ടനാണെന്ന് വിചാരിച്ച് അവൻ പാവമാണെന്ന് വിചാരിച്ച് അവനെ എല്ലാവരും വോട്ട് ചെയ്ത് അവനെ വിജയിപ്പിച്ചു. പക്ഷെ ഏറ്റവും അവസാനമാണ് മനസ്സിലായത് അവൻ മണ്ടനൊന്നും അല്ല, അവൻ നല്ല ഒന്നാന്തരം ബുദ്ധിയുള്ളവനാണ്. അവൻ നാട്ടുകാരെയാണ് പറ്റിച്ചത്. അനുമോള് പിന്നെ കപ്പടിച്ച് നാട്ടുകാരെ പറ്റിച്ചല്ല, അനുമോള് കരഞ്ഞു നേടിയ കപ്പാണത്. അനുമോള് കരഞ്ഞ് സെന്റിമെന്റ്സ് ഇറക്കി ദാരിദ്ര്യം പറഞ്ഞ് പിന്നെ ബാക്കി കണ്ടസ്റ്റൻസിന്റെ കുറച്ച് പ്രകടനവും കാരണം അനുമോൾക്ക് കിട്ടിയ കപ്പാണത്. പക്ഷെ ഇവിടെ അനീഷിലോട്ട് വരുമ്പോഴത്തേക്ക് അനീഷ് നല്ല ഒന്നാമത്തെ ഫേക്ക് ഗെയിമാണ് അതിനകത്ത് കളിച്ചത്, പറയാതിരിക്കാൻ വയ്യ. സോ ഇത് കുറെ ആളുകൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അനീഷിന്റെ ഈ ഒരു ഫേക്ക് പരിപാടി അതുകൂടെ നീ ഒന്ന് പറ, നീ എന്തിനാ ഈ ഒരു അനുമോളെ മാത്രം എക്സ്പോസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് മാത്രം ചെയ്ത വീഡിയോ ആണ്. ബിഗ് ബോസിന്റെ വീഡിയോ ഇനിയും തുടർന്ന് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്തെങ്കിലും എക്സ്ക്ലൂസീവായിട്ട് എന്തെങ്കിലും അല്ലമ്പ് പരിപാടി വല്ലം വരുവാണെങ്കിൽ ഞാൻ ചെയ്യാം. നമ്മൾ വേറെ കോണ്ടന്റ് പിടിച്ച് പോകാനാണ് എനിക്ക് ആഗ്രഹം. സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.